ഇന്ന് പി ചൗധരിയെക്കുറിച്ച് പറയാം. ആരാണ് ഈ പി ചൗധരി? ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ പരിശോധിക്കാൻ ഒരു സംയുക്ത പാർലമെൻ്ററി പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ തലവനാണ് പി ചൗധരി. പി ചൗധരി പാർലമെൻറ്റ് അംഗമാണ്, BJP നേതാവാണ്. ചെറുപ്പം മുതലേ RSSൻ്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ തൻ്റെ 71ാമത്തെ വയസ്സിലും അദ്ദേഹം പൊതുരംഗത്ത് തിളങ്ങി നിൽക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയ അരങ്ങേറ്റം നടത്തിയത് 2014 അപ്പോൾ രാജ്യത്തൊരു മോദി തരംഗം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിലെ പാലി ലോക്സഭാ സീറ്റിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം BJPയിൽ ശ്രദ്ധേയനായി. 2014 ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രദ്ധേയനാകുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 4 ലക്ഷം വോട്ടായിരുന്നു. 2019 അത് 5 ലക്ഷം വോട്ടുകളായി വർദ്ധിച്ചു. പക്ഷേ 2024 അത്ര വോട്ടുകൾ കിട്ടിയില്ല. എങ്കിലും 2.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു. ലോക്സഭയിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നു. 2015 2016 തുടർച്ചയായി 2 വർഷം സൻസദ് രത്ന പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. ഒരു കർഷകൻ്റെ മകനായാണ് പി ചൗധരി ജനിച്ചത്. സുപ്രീം കോടതിയിലും രാജസ്ഥാൻ ഹൈക്കോടതിയിലും അദ്ദേഹം അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച ഒരു അഭിഭാഷകനായിരുന്നു പി ചൗധരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൗധരി ഇത് 3ാം തവണ ജയിച്ചാണ് പാലിയിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തിയത്. 2016 അദ്ദേഹം പാർലമെൻ്ററി പാനലുകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻറ്റ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നു. അതുപോലെ മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. നിയമനീതി മന്ത്രാലയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. അതുകൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും അദ്ദേഹം നോക്കി നടത്തി. 2019 വരെ ഈ പദവികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചു. 2ാം തവണ MP ആയപ്പോഴും അദ്ദേഹം നിരവധി പാനലുകളിൽ അംഗമായി. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. 2021 2022 ഒക്കെ ജൻ വിശ്വാസ് ബില്ലിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. 2019 വ്യക്തിഗത ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ചെയർപേഴ്സണായും അദ്ദേഹം നിയമിതനായി. പാലിയിൽ നിന്നുള്ള ചൗധരി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും പൊതുപ്രവർത്തന രംഗത്ത് തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ് എന്ന് അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. ജോധ്പൂരിലെ ജയ് നരേൻ വ്യാസ് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കിയത്. സുപ്രീം കോടതിയിലേക്ക് പോയി. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു. അവിടെയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതി. അത് വൺ ഇന്ത്യ വൺ ഇലക്ഷനെ പറ്റിയായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റിയായിരുന്നു. ഇന്ത്യക്കാർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അത് പരമാവധി ചുരുക്കാനുള്ള രീതികൾ വേണം എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. പരമാവധി ലാഭിക്കാനുള്ള ഒരു മാർഗം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ലേഖനത്തിൽ ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്ന നിലപാടിനെ അദ്ദേഹം പിന്തുണച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സർക്കാർ സംവിധാനത്തെ നിരന്തരമായി ബാധിക്കും, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എല്ലാം തടസ്സപ്പെടും എന്ന് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ ഭരണം, വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2019 ജൂലൈയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഭരണഘടനയിൽ, അതായത് 324A എന്ന തരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ ഒരു പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു സ്വകാര്യ ബില്ല് അദ്ദേഹം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പുകളോടൊപ്പം നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെപ്പറ്റി അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം അതൊരു ഉദാഹരണമായി നിരത്തിക്കൊണ്ടാണ് വാദമുഖങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്.
അതായത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും നിയമസഭകളിലേക്കും അതേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്ന വാദത്തെ അദ്ദേഹം ఖంഡിച്ചു. കാരണം ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് പോലെയല്ല അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ ആളുകൾ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ വാദം നിരത്തി. അങ്ങനെ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രാദേശിക തലത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ലോക്സഭയിലേക്ക് വരുമ്പോൾ ദേശീയ വിഷയങ്ങളൊക്കെ പരിഗണിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തവർ അതേപോലെ സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് കണക്കുകൾ നിരത്തി അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ വർഷം നടന്ന 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെപ്പറ്റി അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചു. 2014 അദ്ദേഹം ഇതിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക, പാവപ്പെട്ടവരുടെ പണം കൃത്യമായി വിനിയോഗിക്കുന്ന രീതി ഉണ്ടാക്കുക എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. PP ചൗധരി പാവപ്പെട്ടവരുടെ നിലപാടുകളൊന്നും ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു. രാജസ്ഥാനിലെ കർഷകരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹം ശക്തമായി തന്നെ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കർഷകരുടെ കേസുകൾ അദ്ദേഹം വാദിച്ചു. തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലുമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉയർത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇരുവരും ചേർന്നാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. പാലി പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 ലക്ഷത്തോളം സ്ത്രീകൾക്ക് സ്വന്തം ചിലവിൽ അദ്ദേഹം ഇൻഷുറൻസ് പരിരക്ഷ നൽകി. അതുപോലെ തന്നെ ഈ CSR സംരംഭങ്ങൾ വഴി തൻ്റെ മണ്ഡലത്തിൽ ഗ്രാമങ്ങളിൽ വികസനം കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. 50,000-ലധികം സോളാർ വിളക്കുകൾ അദ്ദേഹം സ്ഥാപിച്ചു. സൻസദ് ആപ്കെ ദ്വാർ എന്ന ഒരു സംരംഭത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അതായത് ആ പാർലമെൻറ്റ് അംഗം ഓരോ വ്യക്തിയുടെയും വീട്ടിലേക്ക് വരുന്നു എന്നതാണ് ആ പദ്ധതിയുടെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി അദ്ദേഹം 500 ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കി പരിഹരിച്ചു. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. നഗരപ്രദേശങ്ങളിൽ ഹോസ്റ്റലുകൾ അദ്ദേഹം ഒരുക്കി. അങ്ങനെ കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാനും പഠിക്കാനും കഴിഞ്ഞു. കൂടാതെ തൻ്റെ നിയോജക മണ്ഡലത്തിൽ നേത്രദാന ക്യാമ്പുകൾ, ഗ്രാമവികസന പരിപാടികൾ, കായിക മത്സരങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ പൊതുരംഗത്ത് തിളങ്ങി നിന്ന PP ചൗധരിയാണ് ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൈകാര്യം ചെയ്യുന്ന പാർലമെൻ്ററി കമ്മിറ്റിയുടെ തലവനാകുന്നത്. ആ JPC കമ്മിറ്റി ഈ വിഷയം സൂക്ഷ്മമായി പഠിച്ച് കൂടുതൽ മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് രാജ്യത്തിന് സമർപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൃത്യമായി വിനിയോഗിക്കാനും അത് അനാവശ്യമായി ചിലവഴിക്കുന്നത് ഒഴിവാക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ അത് എത്ര കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും എന്നതുകൂടി അദ്ദേഹം നമ്മളോട് പറയും എന്ന് നമുക്ക് ഉറപ്പിക്കാം.